ഇപ്പൊ വരിക അബ്ബാസേ? ഞാൻ ഇപ്പൊ വരാടാ. ഇതെന്താ ഇവിടെ? ഞാൻ ഒരാളെ ഇവിടെ ആക്കാൻ വന്നാണ്. അല്ലടാ, അന്നെ കൊണ്ടുവരാൻ ആരും വന്നിട്ടില്ലേ? ഇല്ല, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലടാ. അതെന്തേ? ഒന്നുമല്ല, ഞാൻ അങ്ങനെ അറിയാതെ പോന്നാണ്. ഇത് വണ്ടി ആയിട്ടല്ലേ? ഞാൻ വണ്ടി തന്നാ അതിലൂടെ പോകുമ്പളേ അതിൽ ആരുമില്ലേ? ആരുമില്ല. എടാ ഇന്നേ ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്, അവിടേക്ക് കൊണ്ടു വിട്ടാൽ മതി. ഇത് പെരേക്ക് തന്നെ ആക്കണ്ട. പെരേക്ക് പോരുന്നില്ല? പെരേക്ക് ഞാൻ ഇപ്പൊ പോരുന്നില്ല. ഇതിന് ഫ്ലാറ്റിൽ പോണ്. ഞാൻ കമ്പനിന്റെ ആവശ്യത്തിന് പോന്നാണ്. ഒരു 10 ദിവസത്തെ ലീവ് ഉള്ളു. ഇത് ഇന്ന ഇവിടെ കണ്ട കാര്യേ കുട്ടികളോട് ഉപ്പാനോടൊന്നും പറയണ്ട കേട്ടോ. എന്നാ കേറെ, ഞാൻ വിട്ടുതരാം. ഇമ്മ ഇപ്പാക്ക് നാളത്തോടെ ക്ഷീണം വന്നുകൂണു, അതാ കൊലയുമ കടക്കണു. പഠിച്ചോനെ ഇൻസുലിൻ അടിച്ചിട്ടുണ്ടാവും, ഒന്നും തിന്നിട്ടൂല്ലല്ലോ. ഇപ്പ നീച്ചി നിങ്ങക്കേ ഷുഗർ കുറഞ്ഞതേക്കാരം. നിങ്ങളിപ്പോ ഇൻസുലിൻ അടിച്ചീന്നാ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചാൽ അത് അടിച്ചരുതീന്ന്. അളവൊന്നും നോക്കാതെ നിങ്ങൾ അടിച്ചു. ഇത് കുറച്ചേ പഞ്ചസാരയാണ്, ഇത് കുറച്ച് തൊള്ളിയിലിട്ടാളി. ഞാൻ ഇന്ന് രാവിലെ അടിച്ചിട്ടില്ലല്ലോ, അതാണ് ഇപ്പൊ ഒരു ബെറിയലോ ഒരു വെസർപ്പൊട്ടലോ കൂടെ വന്നത്. നിങ്ങളിപ്പ ഈ ഇൻസുലിൻ അടിച്ചാൽ എന്തേലും തിന്നണ്ടേ? അല്ലാതെ നിങ്ങൾ ഈ സൂചി ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് മറവിയാണ്. നിങ്ങൾ രാവിലെ അടിച്ചാൽ പിന്നെ അടിച്ചും. എന്നോട് ചോദിച്ചണമെന്ന് ഞാൻ അതാ നിങ്ങളോട് പറയണത്. എന്തിയാ മുട്ടി ഇപ്പാക്ക് പഞ്ചാര പാത്രമൊക്കെ ആയിട്ട് നിൽക്കണു? അതെ, ഇപ്പാക്ക് ഷുഗർ കുറഞ്ഞതേക്കാറ. ഇപ്പൊ ഇൻസുലിൻ അടിച്ചും എന്നോട് പറയാതെ ഞാൻ എന്തേലും തിന്നണ്ടേ അടിച്ചുമ്പോ? അപ്പൊ എന്താ ഇൻസുലിൻ അടിച്ചുമ്പോ ഓളോട് ചോദിച്ചു കണ്ട് അടിച്ചാല് എന്തേലും തിന്നാൻ ഞാൻ ജീവൻ പോവില്ലേ? കാക്ക ഇപ്പാക്ക് ഇപ്പൊ എപ്പോഴും ഒരു മറവിയാണ്. ഇൻസുലിൻ ഒന്നടിച്ചാൽ പിന്നെയും അടിച്ചു. ഞാൻ ഇപ്പോൾ അയക്കാനില്ല അപ്പാൻ അടിച്ചാന്, ഞാൻ തന്നെ അടിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഞാൻ അവിടെ തിരുമ്പി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ വന്ന് പറയും ഇപ്പം അതൊക്കെ കടക്കണമെന്ന്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തുകാണ്ട് തൊള്ളിയിലിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്തേലും ഒന്ന് തിന്നാൻ കൊടുക്കണം, എന്നാലേ ഉള്ളൂ ഇപ്പോൾ റെഡി ആവുമെന്ന്. ഞാൻ എന്തേലും ഒന്ന് എടുത്താട്ടെ എന്നാല്. മാനോ ഇച്ചിപ്പോൾ എപ്പോഴും ഒരു മറവിയാണ്. ഇഞ്ചിട്ട് ഞാൻ അടിച്ചലില്ല, ഓളെന്നെ കൊടുന്ന് കണ്ട് അടിച്ചലാണ്. ഞാൻ ഓൾക്കട 100 വട്ടം പണിയേക്കാരം. അപ്പോൾ ഞാൻ എന്നെ അടിച്ചതാണ്. ഓളുണ്ടായതുകൊണ്ട് ഓളാ നേരത്തിന് തിന്നാനും എല്ലാം കൊടുന്നു തരും ചോദിച്ചു. നല്ലോണം നോക്കും. എൻ്റെ പെങ്ങൾ മരിച്ചതിനേസേ ഇന്നിപ്പോൾ ഓളല്ല ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ഞാനിപ്പോൾ പുറത്തേക്ക് അങ്ങാടിക്കൊന്നും ഇറങ്ങലില്ല. വരാനുള്ള ബജും കൂടി ഇച്ച് ചില നേരത്തെ അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ സോക്കടൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കി തീർക്കാണ്. ഇമ്മ മരിച്ചിട്ട് 4-5 കൊല്ലമായല്ലോ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ഈ ആലോചിച്ച് കൂട്ടല്. എന്തിനാ ഇങ്ങനെ ആലോചിച്ച് കൂട്ടേണ്ടത്? ഞമ്മക്കൊക്കെ മരിച്ചു പോവാനുള്ളതാണ്. ഓളെ പഠിച്ചാൽ കുറച്ച് ആദ്യം വിളിച്ചു എന്നല്ലേ ഉള്ളൂ. ഓളുണ്ടാകുമ്പോഴാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഓള് നോക്കായല്ല, ഓള് ഇടങ്ങാറാകുണ്ടാവും ഇപ്പം എന്നെ കൊണ്ട്. ഇത് ഓരോ നേരം ഓരോന്ന് എടുത്തത് എൻ്റെ അച്ഛൻ. എന്നാലും എൻ്റെ കുട്ടീനെ നല്ലോണം നോക്കുന്നുണ്ടടാ. അതിനാണ് ഞങ്ങൾക്ക് ആ ഓള് നിങ്ങളെ സ്വന്തം ബാപ്പാനെ നോക്കും പോലെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മരുവളെ കിട്ടിയാൽ തന്നെ നിങ്ങളൊരു ഭാഗ്യം. എൻ്റെ കുട്ടി നോക്കായൊന്നുമല്ല, ഓൾക്ക് കുടിയത്തെ കാര്യങ്ങൾ നോക്കണ്ടേ. പിന്നെ കുട്ടികളുണ്ടാ സ്കൂൾക്ക് മദ്രസക്കും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പാടെ നോക്കുമ്പോൾ ഇന്നെ നോക്കാൻ ഓൾക്കൊരു ഇടങ്ങാറേക്കാരം. അതാ ഞാൻ എന്നോട് പറഞ്ഞത്. ഇച്ചൊരു ഗതികേടും ഇല്ല അപ്പാനെ നോക്കാൻ, ഇച്ച സന്തോഷമുള്ളൂ. പിന്നെ ഇപ്പൊ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാണ്. ഈ ചായ എന്താണ് കുടിച്ചാളി ഈ പായവും, അപ്പൊ കൊറേ ആക്കം കിട്ടും. കാക്കാ നിങ്ങളും കുടിച്ചോളി. ഇപ്പാക്ക് ഈ പഴം അങ്ങനത്തെ ഒക്കെ ഉള്ളു പറ്റി. അവിടെ ബേക്കറി ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുവരണ? എനിക്ക് വേണ്ട. പിന്നെ ഇച്ച അവിടെ തിരുമ്പാണ്ട് കൊറേ, ഞാൻ അവിടുന്ന് പോന്നതാണ്. നിങ്ങൾ രണ്ടാളും ചായ അടിച്ചോടി. കാക്കാ നിങ്ങൾക്ക് ചോറ് എന്നിട്ട് പോവട്ടോ. ഇച്ചിച്ച് ചോറൊന്നും ഉണ്ടാക്കണ്ടേ. ഞാൻ ഈ വന്ന ബസ്സേ 11:45 ആണ്ട് പോകും. ഞാൻ അതിന് തന്നെ പോവുകയാണ്. ഞാൻ ബിസ്ക്കറ്റൊക്കെ കണ്ടെടുത്താളാ കുട്ടികൾക്ക് വേണ്ടി കൊടുന്നാണ്. എന്തിനാ കാക്ക നിങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്? ഇവിടെ കുട്ടികൾക്ക് ഒക്കെ കൊണ്ടുവരലുണ്ടല്ലോ. എന്താണ് വിധീനച്ച് കാട്ടുക? ഇങ്ങനത്തെ പണി ചെയ്തിട്ട് ആർക്കേലും ചെയ്തിട്ട് കത്തിച്ചു തന്നെ തുണി ആദ്യം കള്ള സുവർ വെച്ചിട്ട് പുറത്തിറങ്ങിയ ഇജൊരു പെങ്കട്ടേത്തി തൊലിച്ച് ഹോട്ടലിനുള്ളിൽ നിന്ന് വർത്താനം പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിച്ച്. അല്ല തടിയാണ് ആസാ കുഞ്ഞാൻ നിന്റെ കണ്ണുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എന്താ ഇതിന്റെ പ്രശ്നം? മെമ്പറെ നിങ്ങൾ കേക്കി
ആ കള്ള മുട്ടത്തലനതാ ഖാദിറ് എന്റെ പെങ്ങളെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കിയതാണ്. മലയാളിയാണെന്ന് പറഞ്ഞാണ്ട് ഒരു ബംഗാളിന്റെ ചെക്കനെ കൊടുക്കുന്നുണ്ട്. പെണ്ണ് വന്നപ്പോഴാണ് ഞാൻ അറിയണ്ടേ പുതിയാപ്പള ചെക്കന്റെ സുന്നത്ത് വരെ കഴിച്ചിട്ടില്ല. എനിക്ക് പെങ്കെട്ടുണ്ടാക്കാനല്ലേ പറ്റുള്ളൂ, തുണി മാടി വെക്കാൻ പറ്റൂല. കാക്ക ആവശ്യമില്ലാത്ത കല്യാണങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഓരോരുത്തരും വന്നിട്ട് അടക്കടക്ക് എനിക്ക് കിട്ടണത്. ഞാൻ എന്താ എല്ലാരും തല്ലുള്ള ചെണ്ടേ ഞാൻ കേസാക്കാണ്. ഓന്റെ വാപ്പാന്റെ പ്രായമുണ്ട് എനിക്ക്. എന്നിട്ട് വാ ജാതി തല്ലാവുന്ന തച്ച് പോലാ നായി. ഇജാണാണെങ്കിൽ പോയി കേസ് കൊടുക്കടാ, പിന്നെ ഇജ്ജ് രണ്ട് കാലുമ നടക്കൂല. ഇപ്പൊ പോയിക്കാം, അത് ഞാൻ അന്വേഷിച്ചോളാം. പോയിക്കോ. ഓരോരോ കച്ചറുണ്ടായിക്കാം. അല്ല എവിടക്കപ്പൊ ഇങ്ങോട്ട് പോണോ? ഞാൻ എന്റെ കുടിയേക്ക് കുടിക്കാ ഇങ്ങോട്ട് അവിടെയല്ലേ നിങ്ങളെ പേരാ? ഞാൻ ബജ്ജ് പയച്ചേക്കണോ? ബജ്ജി പേച്ചക്കണോ? ഇത് താഴത്തെ കൊണ്ടൊക്കെയുള്ള ബജ്ജാണല്ലോ. എത്ര ആലോചനയിൽ വന്നീന്നോ? ഒന്നും ആലോചിച്ച് നടക്കൊന്നും അല്ല, ഓർമ്മക്കുറവ് ഇപ്പൊ വല്ലാതെ ഉണ്ട്. എന്റെ പെണ്ണ് എപ്പോഴും പറയും ഇങ്ങനെ പീഡനം എടുക്കൊന്നും ഇറങ്ങണ്ട, നിങ്ങൾക്ക് വരാൻ ബജ്ജ് അറിയില്ല എന്ന് എപ്പോഴും പറയേണ്ടതാണ്. അതേമാതിരി ആ പ്രമേയത്തിനുള്ള ഇഞ്ചിറ്റ് അടിച്ചലേ അടിച്ചുമ്പോ പിന്നെയൊക്കെ അടിച്ചു കൊടുത്തേക്കാണ്ട് ഓളന്നെ അടിച്ചു തരലാണ്. അതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. അതന്നെയാണ് ഇപ്പൊ പള്ളിക്കൊന്നും കാണാത്തില്ലേ? പള്ളിക്കൊക്കെ ഇപ്പൊ ഇറങ്ങലില്ല, ഒന്നിനൊരു ഓർമ്മ ഇല്ലാന്ന് ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ലേ. നിസ്കാരൊക്കെ ഒരു സ്വരൂപമില്ലാത്ത നിസ്കാരാണ്. ചിലപ്പോൾ 4 റക്കാത്ത് നിൽക്കുന്നിടത്ത് 5 റക്കാത്ത് നിൽക്കരുത്. പിന്നെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പള്ളിക്ക് വന്നാൽ മനുഷ്യന്മാർ വേറെ ഇല്ലല്ലേ, ഓല് കാണുമ്പോൾ എന്താ ഈ കാട്ടി കൂട്ടേണ്ടത് തോന്നും. അതുകൊണ്ടുണ്ട് ഇറങ്ങായിയാണ്. അല്ല അബ്ബാസ് വന്നക്കളല്ലേ? ഓൻ വന്നിട്ടൊന്നുമില്ലല്ലോ, വരാനാവണല്ലോ എന്നാ തോണ്ടത്. വന്നക്കണോ? നിങ്ങക്ക് ഓർമ്മയില്ലേറ്റാണ്. ഓൻ വന്നിട്ടൊന്നുമില്ല, ഞാൻ ഇപ്പൊ കുടിയിൽ ഇറങ്ങിയല്ലേ പോകുന്നത്, അതുവരെ വന്നിട്ടില്ല. പിന്നെ എത്ര പറ്റി വന്നക്കണു അറിയേണ്ടത്? ഇന്നൊന്നല്ല, ഒരു 4-5 ദിവസമായി. ഞാനേ മറിയമ്മോളമ്മയും കൂടി ഉമ്രക്ക് പോയിരുന്നു. അപ്പോൾ ഓലെ യാത്ര ആക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയിന്ന് ഒപ്പം. അപ്പൊ അവിടുന്ന് കണ്ടക്കൊണ്ട് സൂട്ട് കേസും വെച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ഒന്ന് കൊട്ടിക്കാണ്ട് ഇങ്ങനെ അബ്ബാസാന്ന് വിളിച്ചപ്പോത്തിന് ഓൻ വേ സ്പീഡിലാണ് പോയി. അത് ഓനൊന്നും ആവൂല. ഈ പാന്റും കുപ്പായും ഇട്ടാലേ കുട്ടികളൊക്കെ ഒരേ മാതിരി തോന്നും. എനിക്ക് തോന്നിയതേറ്റേക്കാരോ. ഓൻ തന്നെയാണ്. ഞമ്മളെ മുന്നിൽ കളിച്ചു തന്ന കുട്ടികളല്ലേ, ഇച്ചെങ്ങനെ തെറ്റുവോ അബ്ബാസിനെ കണ്ടാല്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ മരുവോളും പറയേണ്ടതല്ലേ. ഇച്ചതൊരു വിശ്വാസം വരുന്നില്ലടാ. ഏതായാലേ മരോടൊന്ന് ചോദിച്ചറിഞ്ഞാളി ട്ടാ. ഞാൻ ആടുകളെ കഴിച്ച ആ ബൈക്കാ പോകേണ്ടത്. നിങ്ങളാണ്ട് പോയി അവിടേക്കാണെങ്കിൽ പോകാനുള്ളത്. ഒന്നും പോരാ. ആടുകൾ പൊട്ടുണ്ടോ? 4 ഉണ്ട്. ഇപ്പാ മുബിത്താത്ത ഒരുങ്ങിക്കറിഞ്ഞിട്ട് കൊറേ നേരമായി, ഓര് വരുന്നില്ലേ? ഓല് വിളിച്ചീനു, ഓല് വരുന്നുണ്ട് പറഞ്ഞാണ്ട്. ഓളോട് പൗഡറൊക്കെ നല്ല ഇടാൻ പറയാ. ആ ചുണ്ടുമ്പോ തേക്കണം അതൊക്കെ ഭാര്യ തേക്കാൻ പറയാ. അല്ലെങ്കിൽ തന്നെ ഓളെ ചുണ്ട് കാക്ക ചുണ്ടാ. താത്തേ മേക്കപ്പ് ഇറങ്ങിയിട്ടില്ലേ? 2 മണിക്കൂറായി. ഓളെ മുഖം ചൊറിണ്ടെന്നാ അവള് പറയണത്. കുറച്ചൊക്കെ എന്നാ ചൊറിഞ്ഞോട്ടെ, ആ ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞാളെ. ഓക്ക് എന്റെ നിറ കിട്ടിയിട്ടുണ്ട്, എനിക്ക് എന്റെ മക നിറവ കിട്ടിയിട്ടുണ്ട്. ഇപ്പാ ഒരു കാറായിരുന്നു, ഓരാന്നാ തോന്നണേ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. കാതറെ ഇങ്ങോട്ട് കാര്യം ഇരുന്നാ. ഞങ്ങൾ കുറച്ച് വെഗ്ഗിയാച്ചേ ഇറങ്ങാനൊക്കെ നേരത്തെ ഇറങ്ങിയിരിക്കണു. പക്ഷെ ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിച്ചണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ബ്ലോക്കാണ്, വണ്ടിയുടെ പെരുത്തകുണാകെ. ഇപ്പാ ചായ എടുത്ത് വെച്ചോ. നമ്മൾ ചായ എടുത്ത് വെച്ചോക്കണം, നമ്മൾ അവിടത്ത് പോവാ. ആചാരെ എനിക്ക് സുന്നത്ത് നോൽപ്പാണ്, എനിക്കൊന്നും വേണ്ട. എന്റെ കുട്ടി ചായ കുടിച്ചാൽ വന്നാണ്ട് അവിടത്ത് കയറിക്കോളെ. അടി കയറിക്കാം. ആചാരെ ഇവിടെ വന്നാണ്, ഇവിടെ ഇരിക്കി. നമ്മള് പെണ്ണിട്ട കാലല്ലേ ഉള്ളൂ. ചെക്കനും പെണ്ണിനും എന്തേലൊക്കെ സംസാരിക്കാണ്ടാവും. നിങ്ങളവിടെ ഇങ്ങനെ നോക്കിക്കുമ്പോ ഏറ്റേക്കാൾ ഒരു മടിയാണേക്കാരം. ഇവിടെ അവിടെ ഇരുന്നോളി. എത്തപ്പോ ഈ ചെക്കൻ മട്ടം. നമ്മളെ പെണ്ണിനെ 3ാമത്തെ കെട്ടിച്ചലാണ് കെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓനോട് അത് വിശദമായിട്ട് പറഞ്ഞിക്കണില്ലേ? ആദ്യം 2 കെട്ടിച്ചേക്കണല്ലേ. ഞാനേ 1 കെട്ടിച്ച് കാര്യം തീർത്തിട്ടുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ കളവൊക്കെ ഒരു കല്യാണം നടക്കാൻ അത് ജായിസാണ്. എന്തിപ്പോ ഇത് കാര്യം തീർക്കാൻ കാരണം നമ്മളിപ്പോ പറയാലോ. ആദ്യം കെട്ടിച്ചതേ നല്ല ചോർക്കും ആരോഗ്യമൊക്കെ ഉള്ള ചെറുക്കനേനു. പക്ഷെ ഓനെ കൊണ്ടൊരു വെച്ച പെണ്ണിന് അവിടെ നിൽക്കാൻ തീർപ്പതില്ല, പെണ്ണിന് ഇത് പോന്നു. അപ്പൊ ഞാൻ കാര്യം ഒഴിവാക്കി. ഇപ്പോഴത്തെ ഏറെക്കുറെ ചെക്കന്മാർ അങ്ങനെ തന്നെയാണ്. ഞാൻ നടത്തിയ കല്യാണം തന്നെ കുറെ ഒഴിവായിരിക്കുന്നു, ഒക്കെ കേസ് തന്നെയാണ്. അല്ല 2ാമത്തെ തീർക്കാൻ എന്തേ കാരണം? 2ാമത്തെ കെട്ടിച്ചല്ലേ ദുബായിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടിയത്. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോ ഓനേന്ന് വിസ ഇല്ല.
അപ്പൊ പിന്നെ ഇവിടെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ. ഓളും ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒഴിവാക്കി പോന്നു ഞാന്. അല്ല ഇവിടെ നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇവിടെ ദുബായി കൊണ്ടുപോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? ഇവൻ കെട്ടീന്റെ പിറ്റേന്ന് തന്നെ ഗൾഫ് കൊണ്ടുപോകും. പിന്നെ ഇങ്ങളാ പറഞ്ഞ സോക്കടൊന്നും ഇവനില്ല. എല്ലാത്തിനും പറ്റും. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇവനിപ്പോ ആദ്യത്തെ കൂട്ടത്തില് എത്ര കുട്ടികളുണ്ട് എന്നാ പറ്റി പറഞ്ഞത്? അതൊന്നും നമ്മക്ക് ബാധ്യത ഒന്നും ആവില്ലോ. അതൊന്നും നിങ്ങൾക്കൊരു ബാധ്യത ആവില്ല. ഓൻ്റെ തിട്ട് മൂടാനുള്ള പണമുണ്ട്. ഓൻ്റെ ഇപ്പത്തെ പെണ്ണുങ്ങൾ ഓൻ വിചാരിച്ചതിനൊന്നും കിട്ടണില്ല. അതാണ് ഇവിടെ കിട്ടുന്നത്. എന്റെ മോളായിട്ട് ഞാൻ വൽപ്പത്തരം പറയല്ല. ഓളെ എന്ത് കാര്യത്തിനും കിട്ടും. അതിനോള് സൂപ്പറാണ്. കുഞ്ഞാനെ, ഞാൻ എന്നെ കണ്ടിട്ട് നിർത്തിയാണ്. മുട്ടായി 1.5 കാലമായിട്ട് നിങ്ങൾ വണ്ടിന്റെ മുന്നിൽ ചാടി ഞാൻ എന്താ കാട്ട? വണ്ടികൾ വരും, ആ സൈഡിക്ക് നിക്കേ. വല്ലാത്ത സൈസ്. എന്താ ഇങ്ങനെ മുന്നിക്ക് ചാടിയ ചെയ്യാ? ഞാനങ്ങനെ ചവിട്ടിട്ടില്ലെങ്കിൽ ഇവിടുന്ന് വാരണ്ടി വരും. ഞാൻ നോക്കി നിൽക്കണേ. എന്താ നിങ്ങളെ ആവശ്യം? അല്ല മെമ്പറെ, ആ ബ്ലോക്ക് നമ്മളെ വികലാംഗ വണ്ടിക്ക് എഴുതി കൊടുത്തിട്ട് ഇച്ചി തരം കിട്ടിയിട്ടില്ല. എന്റെ ഒപ്പം കുറച്ചവർക്കൊക്കെ കിട്ടി. ആ നൗസാദിന്റെ പാകൊക്കെ എന്ന് കിട്ടിയിരിക്കണം. എന്താ അമ്മത്തേക്ക് നീണ്ടു പോണ്ടത്? അത് കിട്ടും, നിങ്ങൾ ബേജാറണ്ട. വൈക്ക് വയ്യ കിട്ടുള്ളൂ. പൊന്നാര മെമ്പറേ, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. നിങ്ങളെ മോശം കൊണ്ടാണ്. നിങ്ങളെന്റെ കടലാസ മേലെ വെച്ചു കൊടുത്തേക്കും ചാദ്യം കിട്ടിയിരുന്നില്ലേ? ഇച്ചിരി വണ്ടി ഉണ്ടായിരുന്ന മെച്ചം കാര്യങ്ങള്. ഈ കല്യാണത്തിനൊക്കെ ഞാൻ ഒടുക്കാണ് ചാടി കടന്നങ്ങനെ. ഇത് വണ്ടി ഉണ്ടായ ചൂടുള്ള ബിരിയാണി കഴിച്ച, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ കല്യാണത്തിന് പോയാണ് വണ്ടിയിലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയപ്പോരെ? ഓട്ടോറിക്ഷക്ക് പോകണം, നിന്റെ അടുത്ത് കായില്ലല്ലോ. ആ സാധനം കൂട്ടറില്ല. അത് കിട്ടിയാലേ കയ്യോണി തിരിച്ചു കൊടുത്താൽ മതി, അങ്ങനെ പോയിക്കോളും. അപ്പൊ പിന്നെ കായ്ക്ക് മുടക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം ശരിയാക്കാതെ. പിന്നെ എന്നെ കണ്ടപ്പോ ഒരു കാര്യം കൂടി അതിന്റെ ഇടയിൽ കൂടി ചോദിച്ചാന്ന് കരുതിയിരിക്കുന്നു. അന്റെ മച്ചുനില്ലേ അബ്ബാസ്, ഒരു പെണ്ണിട്ടാ നടക്കുന്നുണ്ടോ? എന്നോട് ആരുമല്ല, നമ്മളെ പങ്കെടുത്തന്നെ കാതിരില്ലേ? ഓൻ പറയേ. ആരെങ്ങോട്ട് നോണൊക്കെ പറഞ്ഞ് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കണ്ടട്ടാ. മനെ പൊള്ളും നെമീമത്തൊന്നും പറയല്ല. കാതിർ എന്നോട് പറയേ, ഉമ്മറാജിനെ മോളെ കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ട് ഓന് ഏറെക്കുറെ പറ്റിക്കണല്ലോ. കാരണം ഓൻ വലിയ സന്തോഷത്തിലാണ്. രണ്ടോടത്തുനിന്നേ കമ്മീഷൻ കിട്ടുമല്ലോ. ഇനി അത് ബീരാക്കാനോട് പറയാൻ പറ്റില്ല. കാരണം അതിനിങ്ങനെ ഈ ചെറിയൊരു ഓർമ്മക്കുറവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പള്ളിക്കൊക്കെ വരുമ്പോ തന്നെ 3-4 ലക്കായത്ത് വേറെ സ്കെച്ചുണ്ട്. അപ്പൊ ഈ കുട്ടി ആ മട്ടത്തിന്റെ സ്വകാര്യത്തിൽ അന്വേഷിച്ചാണ്ട് ഈ കാര്യങ്ങൾ കേട്ടാ. ഹലോ, എത്ര നേരായി അബ്ബാസ് ഞാൻ എന്നെ കൊണ്ട വിട്ട ഈ ഫ്ലാറ്റിന്റെ മുമ്പിൽ നിൽക്കണേ? എന്താ ഇറങ്ങി വരാത്ത? അതെ, എനിക്ക് എന്നെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതാണ് ധൃതിയിൽ പോകുന്നത്. അതെന്താടാ? ഉമ്മറാജിന്റെ മോളജ് പെണ്ണാണോ പോയതോ? എത്താന്റെ മട്ടം ആരാ എന്നോട് ഇപ്പൊ പറഞ്ഞു? എന്നോട് നമ്മളാ നെട്ടിച്ചാടി വയമുട്ടിയൊക്കെ പറഞ്ഞാണ്. ഇജ്ജിപ്പോ മെമ്പർ ആണല്ലേ? ഇപ്പൊ നാട്ടുകാരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കലാണല്ലോ ഇപ്പൊ എന്റെ പണി. അതുകൊണ്ട് അയാൾ പറഞ്ഞേക്കാരല്ലേ? ഞാൻ വേറെ പെണ്ണിട്ടാൻ തീരുമാനിച്ചേക്കണു. അതിനിപ്പോ എന്താ വല്ല തെറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് തലക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇജ്ജ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്താ എനിക്ക് പറ്റിയത്? ഒരു ഉൾപ്പില്ലാതെ ഇജ്ജ് പെണ്ണിട്ടാ നടക്കണേ. നമ്മളെ നിലവിലുള്ള പെണ്ണുങ്ങളെ നമ്മളെ സൗകര്യത്തിനും ഇഷ്ടത്തിനും കിട്ടാതാവുമ്പോഴേ നമ്മൾ വേറൊരു പെണ്ണ് കിട്ടും. അത് ഇജ്ജായാലും കിട്ടും. ഞാൻ എന്റെ മച്ചുനാനായിട്ട് ചോദിച്ചാണ്. ഇപ്പൊ നിലവിലുള്ള പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത്? ഒരു നല്ലൊരു പെണ്ണല്ലേ? ഓളെ നിങ്ങളെ കാഴ്ചയിലൊക്കെ നല്ല പെണ്ണാണ്. പക്ഷെ ഓൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ 10 ദിവസമായി ഇവിടെ വന്നിട്ട് ഈ ഫ്ലാറ്റിൽ നിൽക്കേണ്ടത്. ഞാൻ നോക്കിയിട്ടേ ഓക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള ഇജ്ജ് കാര്യം പറയാ. ഇജ്ജ് മാത്രാണേ എന്താ കാരണം എന്ന് ചോദിച്ചത്. ഒരു മനുഷ്യനോട് അത് ചോദിച്ചിട്ടില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. ഇജ്ജ് കേട്ടോ, എൻ്റെ അമ്മ മരിച്ചിട്ടിന്റെ മുന്നേനെ ഞങ്ങളെ കല്യാണം നടക്കുന്നുണ്ട്. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണേന്ന് ഓള്. എനിക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല. അവൾ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്നാണ്. നമുക്കത് കെട്ട അബ്ബാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കല്യാണത്തിന് ഒരുങ്ങിയത്. അന്ന് ഞാൻ ഇവിടെ ചെറിയ ബിസിനസ് സെറ്റൊക്കെ നടക്കിയത്. ഗൾഫ് പോയതിനു ശേഷം ഞാൻ നല്ല സെറ്റപ്പിലായി. ഓളെ കെട്ടിയതിനു ശേഷം ഞാൻ പോയി ചെയ്തേക്കണം. അതിന് ശേഷമാണ് ഞാൻ സെറ്റപ്പിലായതും. ഞാനിപ്പോൾ ഓളോട് പറഞ്ഞു, ഇജ്ജും കുട്ടികളും കൂടിയാണ് ദുബായിക്ക് വാ, നമുക്ക് അവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് അതിന് സമ്മതമല്ല. പിന്നെ എൻ്റെ ആവശ്യത്തിന് കിട്ടേണ്ട എൻ്റെ പെണ്ണുങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ വേറെ പെണ്ണിട്ടാൻ നടക്കുന്നത്. ഈ ഒരു ചെറിയ പ്രശ്നത്തിന് ഇജ്ജ് പെണ്ണിട്ടാൻ നടക്കുന്നത്? അതൊക്കെ ഓട് പറഞ്ഞാൽ മനസ്സിലാവുകയെ. ഓളോട് ഇജ്ജ് എന്നല്ല, ആര് പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാവില്ല. ഞാൻ ഫോൺ വിളിച്ച് കണ്ട് ഈ കാര്യം പറഞ്ഞാൽ ഓൾ ഫോണ് കട്ടാക്കും. എൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഫാമിലി ആയിട്ട് അവിടെ താമസമാണ്. ഞാൻ മാത്രം ഓല അടിയിൽ ഒരു മോശക്കാരനായിട്ട് പെണ്ണുങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാതെ ജീവിക്കേണ്ടത്. ഓലൊക്കെ മുന്നിൽ ഞാനേ ഓമാളിയായ ഒരു കഥാപാത്രം. ഓലൊക്കെ ഭാര്യമാർ എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യനെ മാത്രം അജ്ജ് ഇവിടേക്ക് കൊണ്ടുവരാത്തതെന്ന്. ഞാൻ കൊണ്ടുവരാത്ത എന്തുകൊണ്ട് അവള് പോരായിട്ടാണ്. അത് ഓലോട് പറഞ്ഞ പോലെ എന്നോട് പറയണേ, എൻ്റെ ഭാര്യക്ക് എന്നോട് സ്നേഹം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓളങ്ങനത്തെ സ്നേഹമില്ലാത്ത പെണ്ണൊന്നല്ല. ഇജ്ജ് പെണ്ണിട്ടല്ല അവിടെ നിൽക്കട്ടെ, ഞാൻ ഓളെ കണ്ടുകൊണ്ട് സംസാരിക്കട്ടെ. എന്നിട്ട് എനിക്കൊരു തീരുമാനം വേഗം പറഞ്ഞുതരാം.
ഇമ്മ നമ്മളെ ഇപ്പൊ എന്താ വീട്ടിക്ക് വരാത്ത? ഇപ്പൊ വരും നമ്മളെ വീട്ടിക്ക്. ഇപ്പൊ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പച്ചത വരുന്നു. ഇപ്പച്ചിയെ നിങ്ങളെ നാട്ടിക്ക് വന്നിട്ടേ ഇത്രയും ദിവസമായിട്ടേ നിങ്ങള് വീട്ടിക്ക് ഒന്ന് വന്നില്ലല്ലോ കുട്ടികളെ കാണാനും കൂടെ ഒന്ന്. ഞാനൊരു ബിസിനസ്സുകാരിയായിട്ട് പോകുന്നതേ, അതാ ഞാൻ വീട്ടിൽ വരാഞ്ഞത്. പോവാനാകുമ്പോ വരാന്ന് വിചാരിച്ചതാണ്. നമ്മളെ അമ്മായിന്റെ കുഞ്ഞോനിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കാരണം കൊണ്ടാ നിങ്ങള് വേറെ പെണ്ണട്ടാൻ നടക്കണത്? എന്താ ഇതൊരു കാരണല്ലേ? എന്റെ ഫ്രണ്ട്സുകളെ എല്ലാ ഭാര്യമാരും ദുബായിക്ക് കൊടുക്കുന്നു. ഇജ്ജ് മാത്രമാണല്ലോ എൻ്റെ ഒപ്പം പോരാത്തത്. പിന്നെ അതുമല്ല, കൊല്ലത്തിൽ 25 ദിവസത്തെ ലീവ് വെച്ച് കിട്ടുന്നുള്ളൂ. ആ ഒരു സമയം മാത്രമേ ഞാൻ എൻ്റെ കുട്ടികളൊപ്പം ജീവിച്ചിട്ടുള്ളൂ. ദുബായിക്ക് പോന്നാല് അവിടെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? ഞാൻ ഗൾഫിക്ക് പോരാത്ത കാരണം ഇതുവരെ എന്നോട് ചോദിച്ചാന്നിട്ടൊന്നുമില്ലല്ലോ. ഈ ഒരു കാര്യം എന്നോട് പറയുമ്പോഴത്തേന് ഫോണ് കട്ടായി. ഒന്നും പറയാനുള്ള ഒരു അവസരം കൂടി തിരിച്ച് തരലില്ലല്ലോ. ഞാനേ പോരാത്ത കാരണങ്ങളെ ആദ്യം കേക്ക്, എന്നിട്ട് നിങ്ങൾ വേറെ പെണ്ണട്ടാൻ നടന്നോളി. എന്ത് കാരണമാണ് ഇപ്പൊ ഇജ്ജ് പോരാത്ത കാരണം? നിങ്ങളപ്പ ഉണ്ടല്ലോ ഇപ്പൊ കുട്ടികളെ പോലെയാണ്. നിങ്ങളെപ്പാക്ക് ഇപ്പൊ ഓർമ്മശക്തി ഒക്കെ നഷ്ടപ്പെട്ടിരിക്കണം. അതിന് ഇൻസുലിൻ അടിക്കുകയാണെങ്കിൽ പിന്നെ അത് അടിക്കും. എത്ര അളവ് ഒന്നും അറിയില്ല. ഞാൻ അടുത്തെങ്കിൽ മാത്രമേ അത് റെഡി ആവുള്ളൂ. പിന്നെ പള്ളിക്ക് പോയാൽ അതിന് തിരിച്ചു വരുന്ന വഴിയൊന്നും അറിയില്ല. ആ സ്ഥാനത്ത് ഞാനിപ്പോൾ നിങ്ങളെ കൂടെ ഗൾഫിക്ക് പോന്നാൽ ശരിയാവൂല. പിന്നെ അതുമല്ല, നിങ്ങളെ ഇമ്മ മരിച്ച ശേഷം ഇപ്പൊ ആകെ തളർന്നിക്കുന്നു. എൻ്റെ ഇപ്പം ഇമ്മ എന്നെ പഠിപ്പിച്ചിങ്ങനെ എന്താണെന്നറിയോ? പോലെ നോക്കും പോലെ എൻ്റെ അമ്മൂസനെ അമ്മായിമാനെ നോക്കണം എന്നാണ്. ഞാനും അതന്നെ പഠിച്ചിരിക്കണത്. പിന്നെ ഇപ്പൊ ജീവിച്ചിരിക്കണ കാലത്തോളം ഞാനേ നിങ്ങളെ കൂടെ ഗൾഫിക്ക് പോരൂല. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ വേറെ പെണ്ണ് കെട്ടണമെങ്കിൽ നിങ്ങൾ കെട്ടിക്കോളി. എന്റെ നല്ല മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലടി. ഇപ്പോഴാണ് ചെല്ലം മനസ്സിലായത്. എനിക്ക് വേറെ പെണ്ണിട്ടാനൊന്നും കൂടില്ല. പൊന്നാര മക്കളെ, നിങ്ങൾ പ്രവാസികളെ പെണ്ണുങ്ങളെ ഒരു കാര്യത്തിനും കിട്ടണില്ല. ഓല് ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ളൊക്കെ ഒരു വർത്താനം പറയും. നിങ്ങളെ പെരയിൽ നിങ്ങളെ വാപ്പി ഇമ്മയൊക്കെ വയസ്സായവരുണ്ടാവും. ഓലെ നോക്കാനും ഓലെ കുട്ടികളെ നോക്കാനും പെരയത്തെ പണിയൊക്കെ എടുക്കുമ്പോഴേ നിങ്ങളോട് വല്ലാതെ കളിച്ചു തീർച്ചാനൊന്നും ഓലെ കിട്ടൂല. അല്ലാതെ ഓൽക്ക് നിങ്ങളോട് ഇഷ്ടമില്ലായിട്ടൊന്നും അല്ല കേട്ടോ. ആ മരുക്കളുണ്ടല്ലോ നിങ്ങളെ വാപ്പാനം ഇവിടെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഇമ്മാനെയൊക്കെ. അപ്പോൾ ഓൽക്ക് ഒരു സ്നേഹങ്ങൾ തിരിച്ചു കൊടുക്കുക. അല്ലാതെ വേറെ പെണ്ണിട്ടാൻ പോയി അവൾ എന്നോട് സ്നേഹമില്ല എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവരുത്. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.